ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫുഡ് ഓൺ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ക്യാരറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടും ചെയ്യാതെയും തയ്യാറാക്കിയെടുക്കാം. കുക്ക് ചെയ്യാതെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ക്യാരറ്റ് പുഡിങ്ങിന് നല്ലൊരു കളർ കിട്ടും. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പിയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ക്യാരറ്റ് പുഡിംഗ് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇവിടെ 1 കപ്പ് സ്ലൈസ്ഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പോളം ഷുഗറും എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ, എങ്കിൽ മാത്രമേ ഈ പുഡിങ്ങിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അത് 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ 2 കപ്പ് പാല് വേണം. ഫസ്റ്റ് നമുക്ക് ഈ സ്ലൈസ്ഡ് ക്യാരറ്റ് നല്ല പോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പാലും ചൂടാക്കാൻ വേണ്ടി വെക്കണം. രണ്ടും ഒരേ സമയത്ത് വെക്കുന്നത് നല്ലത്, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ചൂട് നമുക്ക് ബാലൻസ് ആയി കിട്ടുകയുള്ളൂ. പാലിന് നമ്മൾ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പാല് ചൂടാക്കിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. രണ്ടും ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഈ പാലിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചൈന ഗ്രാസിൻ്റെ ചൂടും അതുപോലെ തന്നെ ഈ മിൽക്കിൻ്റെ ചൂടും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിയായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ചൈന ഗ്രാസ് ഒഴിച്ച ശേഷം 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 6 to 7 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല പോലെ സെറ്റായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.